ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ ഒരു വിവാദം സംഭവിച്ചിരുന്നു. മെസ്സിയുടെ ഫൗളായിരുന്നു പ്രശ്നം. അത് വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. പറയാൻ കാരണം അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരാതി ഫിഫക്ക് നൽകിയിട്ടുണ്ട്. റഫറിക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. അതായത് റഫറി അർജന്റീനക്ക് അനുകൂലമായിക്കൊണ്ട് 2 ഇൻസിഡൻറ്റുകളിൽ നിലകൊണ്ടു എന്നാണ് റഫറിക്കെതിരെ ഇപ്പോൾ അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഇൻസിഡൻറ്റ് 32ാമത്തെ മിനിറ്റിൽ മെസ്സി അൾജീരിയൻ താരമായ ഐസയെ ഫൗൾ ചെയ്തതാണ്. അത് ഗുരുതരമായ ഫൗളായിരുന്നു. മെസ്സി റെഡ് കാർഡ് അർഹിച്ചിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. അതിൽ റഫറി ഒന്നും ചെയ്തില്ല. അതിൽ റഫറി പക്ഷപാതപരമായി കൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, മറ്റൊരു ഇൻസിഡന്റ് അലക്സിസ് മാക്കാലിസ്റ്ററുടെ ഇൻസിഡന്റ് ആണ്. അതായത് ഇബ്രാഹിം മാസക്കെതിരെ മാക്കാലിസ്റ്റർ എൽബോ ചെയ്തിട്ടുണ്ട്. അതിനും ശിക്ഷകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഈ 2 ഇൻസിഡന്റുകളിലും നടപടി എടുക്കണം എന്നാണ് ഇപ്പോൾ ഫിഫയോട് അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൽ എക്കുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ മത്സരത്തിലെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.